ഇന്നത്തെ ക്ലാസ്സിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡാറ്റ കളക്ഷനാണ്. സോ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ബ്ലൂ പ്രിൻ്റാണ്. നമ്മൾ എന്തൊക്കെ ഡിസൈൻ ചെയ്യണം, എങ്ങനെയായിരിക്കണം നമ്മളുടെ റിസർച്ച് മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ നമുക്ക് റിസർച്ച് ഡിസൈനിന് കിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റും സ്കെയിലിങ്ങും എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ചാപ്റ്ററാണ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷന് ഏതൊക്കെ ഡാറ്റ നമുക്ക് വേണം, അതായത് വാട്ട്, വെൻ, വേർ, ഹൗ മച്ച്, ഇതൊക്കെ നമുക്ക് നമ്മളുടെ റിസർച്ച് ഡിസൈനിൽ ശരിക്കും ഡീറ്റെയിൽഡായിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഡാറ്റ കളക്ട് ചെയ്താൽ മതി. സോ നമുക്ക് ഡാറ്റേനെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ നിങ്ങൾക്കൊക്കെ അറിയാം, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ വരുന്ന ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഫോട്ടോഗ്രാഫ്സ്, വീഡിയോ, സൗണ്ട് റെക്കോർഡിങ്, ഇതൊക്കെ നമുക്ക് എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. ദെൻ വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഫോമിലുള്ള ഡാറ്റ തന്നെയാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡാറ്റയെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നും രണ്ടായിട്ട് തിരിക്കാം. പിന്നെ റിസർച്ച് ഡാറ്റ, നമുക്ക് ശരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡാറ്റേനെ നമുക്ക് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് വാട്ട് ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രൈമറി എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ തന്നെയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ഡാറ്റ, ഇതുവരെ ആരും എടുക്കാത്ത നമ്മൾ തന്നെ നേരിട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ. സോ ഓൾറെഡി കളക്ട് ചെയ്ത് വച്ച ഡാറ്റ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ഡാറ്റ. സോ റിസർച്ച് ഡാറ്റേനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി ഡാറ്റ എന്നും സെക്കൻഡറി ഡാറ്റ എന്നും. ഈ പ്രൈമറി ഡാറ്റേനെ തന്നെ നമുക്ക് ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തിരിക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് ഹാൻഡായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അത് ചിലപ്പോൾ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ടാവും. ഇതിനൊക്കെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വെയിറ്റോ ഹൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ മെഷർമെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നും രണ്ടായിട്ട് തിരിക്കാം. അങ്ങനെ ഈ പ്രൈമറി ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, ക്വാളിറ്റേറ്റീവ് ആയിക്കോട്ടെ, ക്വാണ്ടിറ്റേറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്ന സ്റ്റേജ് എത്തിയാൽ 3 മെത്തേഡുകളാണ് ശരിക്കും നമുക്ക് ഡാറ്റ കളക്ഷനിലുള്ളത്. ഒന്ന് സർവേ, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റ്. സർവേ എന്താണ്, ഒബ്സർവേഷൻ എന്താണ്, എക്സ്പെരിമെൻ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. അതിൽ ഡാറ്റ കളക്ഷനിൽ മെയിനായിട്ട് വരുന്ന ഒരു മെത്തേഡ് സർവേ. അപ്പോൾ സർവേൻ്റെ കുറച്ച് മെത്തേഡുകളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ്. ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ക്വസ്റ്റ്യനെയർ വരുന്നുണ്ട്, ഷെഡ്യൂള് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ക്വസ്റ്റ്യനെയർ ആണ്. വാട്ട് ഈസ് ക്വസ്റ്റ്യനെയേഴ്സ്? സോ സർവേയിൽ നമ്മൾ കൂടുതലായിട്ടും പ്രൈമറി ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത് ത്രൂ സർവേ. അപ്പോൾ സർവേയിൽ കൂടുതലായിട്ടും നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ക്വസ്റ്റ്യനെയർ. ഈ ക്വസ്റ്റ്യനെയർ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ബിഗ് എൻക്വയറീസിലാണ്. കാരണം നമുക്ക് എല്ലാവരുടെ അടുത്ത് പോയിട്ടും സർവേ നമുക്ക് ഡീറ്റെയിൽഡ് എടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് സെൻഡ് ചെയ്യും. എല്ലാവരുടെ അടുത്തേക്കും സെൻഡ് ചെയ്തിട്ട് അത് ഫിൽ ചെയ്തിട്ട് അവരോട് എന്ത് ചെയ്യാണ്, റീസെൻഡ്, അതായത് നമുക്ക് തിരിച്ച് സെൻഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് ശരിക്കും ഈ ക്വസ്റ്റ്യനെയർ സർവേ മെത്തേഡ്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. വെൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യനെയറിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിൽ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടൻ്റ് ആണ് ഫില്ല് ചെയ്യുന്നത്,
അയാളെ തന്നെ ഫില്ല് ചെയ്യാണ്. അതായത് റിസർച്ചർ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റിസർച്ചർ എന്ത് ചെയ്യാണ്, ഓരോ റെസ്പോണ്ടൻസിനും അത് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ റെസ്പോണ്ടൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യനെയർസ് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഷെഡ്യൂൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് റിസർച്ചർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ റിസർച്ചർ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഡെഫിനിറ്റ് ഓർഡർ. അതായത് ഒരു ഡെഫിനിറ്റ് ഓർഡറിലായിരിക്കണം ക്വസ്റ്റ്യൻസ് പ്രിൻറ്റ് ചെയ്യുന്നത്. എന്നാലേ നമ്മളുടെ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് നമുക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല വൈഡ് സ്കാറ്റേർഡ് ആയിട്ടുള്ള സോഴ്സ് അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള വേ ആണ് ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അത്രയും സോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാം, എക്സ്പെൻസ് കുറച്ചുകൊണ്ട്. ഇനി അതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ബൊഗാഡസ്, എ ക്വസ്റ്റ്യനെയർ ഈസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സെൻഡ് ടു എ നമ്പർ ഓഫ് പേഴ്സൺ ഫോർ ദം ടു ആൻസർ. ഇറ്റ് secures standardized result that can be tabulated and treated statistically. സോ ഇതാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ക്വസ്റ്റ്യനെയർ? ക്വസ്റ്റ്യനെയർ ശരിക്കും എന്താണ്? ഇൻഫർമേഷൻസ്, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസിനെ റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കിട്ടുകയാണ്. പിന്നെ ഇൻ്റർവ്യൂ മെത്തേഡൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ റെസ്പോണ്ടൻറ്റിനെ ഒന്നും കൂടി മോട്ടിവേറ്റ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. പിന്നെ റെസ്പോൺസിൻ്റെ എറർ മാക്സിമം മിനിമൈസ് ചെയ്യാൻ ക്വസ്റ്റ്യനെയർ സഹായിക്കുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യനെയേഴ്സ് ഡിസൈൻ ചെയ്യണം. ഏതൊരു റിസർച്ചർ ആവുമ്പോഴും ക്വസ്റ്റ്യനെയർ നമുക്ക് ഡിസൈൻ ചെയ്യണം. എങ്ങനെയാണ്? അതിനൊരു സ്പെസിഫിക് സ്കിൽസ് തന്നെ നമുക്ക് വേണം. തോന്നിയ രീതിയിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യനെയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കണം, സിമ്പിൾ വേർഡ്സ് ആയിരിക്കണം. റെസ്പോണ്ടൻസിന് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മറ്റേ ക്വസ്റ്റ്യനിലേക്ക് ലീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യനെയറിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യനെയർ ഡിസൈൻ പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ്. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സർവേ. നമ്മൾ റിസർച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് റിസർച്ചിൽ കിട്ടേണ്ട എൻഡ് റിസൾട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരേണ്ട ഒരു കൺക്ലൂഷൻ. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് ബേസിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ബേസിലായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട ഡാറ്റ എന്താണോ അതിൻ്റെ ബേസിൽ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് കീ ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പാർട്ടിസിപ്പൻസിൻ്റെ ടൈമും അത് വെറുതെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ യൂസ്ലെസ് ആയിപ്പോവും. സോ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഡിസൈഡിങ് ഓൺ ദ ഇൻഫർമേഷൻ റിക്വയർഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ് വേണ്ടത്. ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മളുടെ ഈ ഇൻഫർമേഷൻസും നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അതായത് റെസ്പോണ്ടൻറ്റ് ഇൻ ഓർഡർ ടു മീറ്റ് ദ സർവേസ് ഒബ്ജക്റ്റീവ്സ്. ഇത് നമുക്ക് അറിയണം. സർവേൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടാണ് ഈ റെസ്പോണ്ടൻസ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പ് പറയുന്നത് ഡിറ്റർമൈനിങ് ദ സാമ്പിളിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്കതിൻ്റെ പോപ്പുലേഷൻ, എവിടെ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ലൊക്കാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു റീജിയൻ, അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ്. ഇപ്പോൾ ടീനേജേഴ്സിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു ടീനേജേഴ്സ് എവിടെയാണ് വരുന്നത്, കാലിക്കറ്റ് സിറ്റി ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം ഒതുങ്ങി കൂടുന്നതാണ്. ആ ഒരു പോപ്പുലേഷൻ ആദ്യം സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ ആ സാമ്പിളിംഗ് ഗ്രൂപ്പ് എടുക്കണം. ഇപ്പോൾ 80 പേരെയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ 60 പേരെയാണോ, അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യനെയർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് മെത്തേഡാണ്. ഏത് മെത്തേഡാണ് നമ്മൾ ടാർഗറ്റ് റെസ്പോണ്ടൻറ്റിന്
എടുത്തുനിന്ന്, അതായത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോക്കസ് ഇൻ്റർവ്യൂ ആണോ, മെയിൽഡ് ക്വസ്റ്റ്യനെയേഴ്സ് ആണോ, ടെലിഫോൺ ഇൻ്റർവ്യൂ ആണോ, ഇങ്ങനെയുള്ള ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ ടാർഗറ്റ് റെസ്പോണ്ടൻസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് റൈറ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ക്വസ്റ്റ്യനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലും അതിൽ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ബി ഓൺ ക്ലിയർ സബ്ജക്ട്സ്. അപ്പോൾ അത് കൂടുതലും നമ്മളുടെ ആ സബ്ജക്റ്റുമായിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മോസ്റ്റ് ക്വസ്റ്റ്യനേഴ്സ് കളക്ട് ഡെമോഗ്രാഫിക് ഡാറ്റ ഓൺ ദ പാർട്ടിസിപ്പൻറ്റ്. പിന്നെ അതിൽ കൂടുതൽ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഡാറ്റയും കൂടി പാർട്ടിസിപ്പൻസിൻ്റെത് ഉൾക്കൊള്ളിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യനെയർ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന കണ്ടൻസ് എന്തൊക്കെയാണ്, അതായത് കണ്ടൻസ് ഓഫ് ക്വസ്റ്റ്യനെയർസ്. വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് ക്വസ്റ്റ്യനെയർസ്? ഫസ്റ്റ് വൺ, ഇൻട്രഡക്ടറി പാർട്ട്. സോ ഇൻട്രഡക്ടറി പാർട്ടിൽ ശരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നെയിം ഓഫ് ദ സർവേ, അഡ്രസ് ഓഫ് ദ സർവേയർ, സീരിയൽ നമ്പർ ഓഫ് ദി കേസ്, പ്ലേസ്, അഡ്രസ്സ്, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രഡക്ടറി പാർട്ടായിട്ട് തിരിക്കും. എന്നിട്ട് നെക്സ്റ്റ് ഒരു പാർട്ടാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഏജ്, അതുപോലെ തന്നെ മാർഷ്യൽ സ്റ്റാറ്റസ്, അതിൻ്റെ എഡ്യൂക്കേഷൻ, റിലീജിയൻ, പൊളിറ്റിക്കൽ പ്രിഫറൻസ്, സൈസ് ഓഫ് ദ ഫാമിലി, കോമ്പോസിഷൻ ഓഫ് ദ ഫാമിലി, ഒക്യുപ്പേഷൻ, എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഫാമിലി ഇൻകം, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ ഇൻട്രഡക്ടറി പാർട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരേണ്ട ഭാഗത്ത് ഉൾക്കൊള്ളിക്കാം. മൂന്നാമത്തെയാണ് മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഈ മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയറിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് തുടങ്ങുന്നത്. സാധാരണ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തുടങ്ങുമ്പോൾ ഡെമോഗ്രഫിക് ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ, അതായത് ക്വസ്റ്റ്യൻസ് തുടങ്ങുക. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ടൻസിന് ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാനും ആ ഒരു ഈസി ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ഫ്ലോയിലേക്ക് എത്താനും ഒക്കെ പറ്റും. അല്ലാതെ ആദ്യം തന്നെ ചാടി കയറിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലേ, നിങ്ങളുടെ റിയാക്ഷൻ എന്താണ്, അങ്ങനെയൊന്നുമില്ല ചോദിക്കുക. ആദ്യം ഡെമോഗ്രാഫിക്കായിട്ട് കുറച്ച് പേഴ്സണലി അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വന്നിട്ടാണ് മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നത്. പിന്നെ ഈ ഒരു മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയറിൽ കൂടുതലും നമ്മളിപ്പോൾ ഇൻട്രഡക്ടറി പാർട്ടാണെങ്കിലും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ഏജ്, ഇൻകം ഒക്കെ അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയറിൽ നിങ്ങളുടെ ഇൻകം എത്രയാണ്, ഇത്ര നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, കൂടുതലായിട്ടും അത്രയും അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും റിസർച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യുള്ളൂ. അപ്പോൾ പേഴ്സണലായിട്ട് നമ്മൾ കൂടുതലായിട്ടും അവരോട് പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യേണ്ട ഒരു റിസർച്ചുമായിട്ട് വരുന്ന ടോപ്പിക് ആണെങ്കിൽ തന്നെ അത് ഇൻഡയറക്റ്റ്ലി പെട്ടെന്ന് ചാടി കയറിയിട്ട് നിങ്ങളുടെ സാലറി എത്രയാണെന്ന് ചോദിക്കാതെ ഇൻഡയറക്റ്റ്ലി ഏതെങ്കിലും മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ടൻസിനെ റെസ്പോൺസ് ചെയ്യിപ്പിക്കേണ്ടത്. ഇത്രയുമാണ് അതിൻ്റെ കണ്ടൻസ് ഓഫ് ക്വസ്റ്റ്യനെയറിൽ വരുന്നത്, ഇൻട്രഡക്ടറി പാർട്ടും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും മെയിൻ പാർട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേർഡ്സ്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. അതായത് പെട്ടെന്ന് റെസ്പോണ്ടൻസിന് മനസ്സിലാവാത്ത രീതിയിലായിരിക്കരുത് ക്വസ്റ്റ്യൻ വേർഡിംഗ് എന്ന് പറയുന്നത്. വെരി ക്ലിയർ ആയിട്ടുള്ള വേർഡിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ്. ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന അതിൻ്റെ വേറൊരു പേരാണ് ഫിക്സഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്. ഫിക്സഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ നമുക്ക് അവിടെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റഡ് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് റെസ്പോൺസ് ആയിരിക്കും ഇതിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ റെസ്പോണ്ടൻസിന് എന്ത് ചെയ്യാൻ പറ്റും, മോസ്റ്റ് ക്ലോസ്ലി മാച്ച് ചെയ്യുന്ന ഒപ്പീനിയനോ അല്ല അങ്ങനെ ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം.
അവരുടെ ആറ്റിറ്റ്യൂഡായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്ന് നമുക്കതൊന്ന് സെലക്ട് ചെയ്യാം. അല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് കിട്ടില്ല. അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ വരുന്നതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇതിനെ നമുക്ക് ഫ്രീ ആൻസർ ക്വസ്റ്റ്യൻസ് എന്നും പറയാം. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എന്തിനെ പറ്റിയെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളോട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാണ്. അങ്ങനെ വരുന്നതിനൊക്കെ നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഈ എക്സാമ്പിളിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്പൺ റെസ്പോൺസ് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് അത് വേറെയാണ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഫ്രീലി ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്പൺ റെസ്പോൺസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസിനും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനും പോലെ തന്നെ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അവിടെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകും, പക്ഷെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതേഴ്സ് മെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൂടി എന്ത് ചെയ്യാം, നമ്മളുടെ ആൻസർ കുറച്ചും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു കോളം കൂടി ഉണ്ടാവും. അതിനാണ് ഓപ്പൺ റെസ്പോൺസ് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ് ഡൈക്കോട്ടോമസ് ക്വസ്റ്റ്യൻസ്. ഡൈക്കോട്ടോമസ് ക്വസ്റ്റ്യൻസ് എന്താണ്, രണ്ട് ആൻസർ വരുന്ന, രണ്ട് ഓൾട്ടർനേറ്റീവ്സ് വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് ഡൈക്കോട്ടോമസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രൂ ഫോൾസ്, എഗ്രി ഡിസഗ്രി, അല്ലെങ്കിൽ യെസ് നോ, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈക്കോട്ടോമസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് തന്നിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഈ ക്വസ്റ്റ്യനെയറിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. ഇങ്ങനെ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനെയൊക്കെ ഒരു മീനിങ് ഫുൾ ഓർഡർ ആൻഡ് ഫോമാറ്റിലേക്ക് മാറ്റുക. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മളുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് അതാണ്, പുട്ടിങ് ക്വസ്റ്റ്യൻസ് ഇൻ ടു എ മീനിങ് ഫുൾ ഓർഡർ ആൻഡ് ഫോർമാറ്റ്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ആ ഒരു ഓർഡർ വരുന്നത്, ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പണിംഗ് ക്വസ്റ്റ്യൻസ് വേണം. ഓപ്പണിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ റെസ്പോണ്ടൻസിനെ റെസ്പോൺസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേരെന്താണ്, നിങ്ങൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങളുടെ ആദ്യമായിട്ട് നമ്മൾ ഇൻഫോർമലി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ക്വസ്റ്റ്യൻസ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത മെയിൻ നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് ഓരോ ക്വസ്റ്റ്യനും ലീഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഫ്ലോ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ഫ്ലോ എന്ന് പറയുന്നത് ശരിക്കും ഇതിന് പറയുന്നത് ഇറ്റ് ഈസ് എ സം കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഓർഡർ. അതായത് ഓരോരുത്തരുടെ സൈക്കോളജിയാണ്. ഓരോരുത്തരിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അയാൾ ഡൈവേർട്ട് ചെയ്ത് വേറെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. അതിനാണ് ക്വസ്റ്റ്യൻ ഫ്ലോ എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ സിമ്പിളായിട്ട് ചോദിച്ച് വന്നിട്ട് അതിന് മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക്, അതായത് നമ്മളുടെ ഒബ്ജക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ലീഡ് ചെയ്യണം. അതിനെയാണ് ക്വസ്റ്റ്യൻ ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ വെറൈറ്റിയാണ്. ഒരുപോലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ റെസ്പോണ്ടൻസിന് റെസ്പോണ്ട് ചെയ്യാനുണ്ടാവുക ചിലപ്പോൾ ഒരേ ആൻസർ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ അയാൾക്ക് ബോറടിക്കാനുള്ളൊരു ചാൻസും കൂടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് കൂടുതൽ റെസ്പോണ്ടൻസിന് റെസ്പോൺസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റിലേക്ക് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസിങ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റിലേക്ക് വരുന്നത്. സോ ക്ലോസിങ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യനെയേഴ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ആ ഒരു മീനിങ് ഫുൾ ഓർഡറിൽ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 6th സ്റ്റെപ്പിലേക്ക് പോവുകയാണ്, അഡ്മിനിസ്റ്ററിങ് ദ ക്വസ്റ്റ്യനെയർ. നമ്മളുടെ ക്വസ്റ്റ്യനെയർ ഓൾറെഡി ഒരു അറേഞ്ച്ഡ് ഫോമിലേക്കായി. ഇനി ശരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യനെയർ ഫോമിലേക്കാവുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനെയറിനൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈറ്റിൽ കൊടുക്കണം, പിന്നെ അതിനൊരു ഇൻട്രഡക്ഷൻ കൊടുക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യനെയറിനെ എന്ത് ചെയ്യാണ്, അഡ്മിനിസ്റ്റർ ചെയ്യാണ്. അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് ഓരോരോ ഗ്രൂപ്പാക്കുക, ഓരോ ഫോർമാറ്റിലുള്ളതിനൊക്കെ ഒരു ഭാഗത്തേക്കാക്കുക. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനെയറിനെ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് അതിനെ നല്ലൊരു ക്വസ്റ്റ്യനെയർ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് 6th സ്റ്റെപ്പിൽ വരുന്നത്.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റിസർച്ചർ ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടൻറ്റിന് മെയിൽ ചെയ്യാണ്. മെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫോളോ അപ്പ് ലെറ്ററും കൂടി എന്ത് ചെയ്യും, അതിൻ്റെ റെസ്പോണ്ടൻസിൻ്റെ കൂടെ വെക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൂടി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ വരുന്നത്. ദെൻ പൈലറ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ ആണ്. പൈലറ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്, പൈലറ്റ് സ്റ്റഡി നമ്മൾ പറഞ്ഞു എന്ത് സ്റ്റഡിയാണ്, അതായത് മെയിൻ സ്റ്റഡി നടത്തുന്നതിന് മുമ്പേ നമ്മൾ ഒരു പ്രീ സ്റ്റഡി നടത്തുന്നതിനാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ പൈലറ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ശരിക്കും ഈ ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്ത് റെസ്പോണ്ടൻസിന് സെൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മളൊരു പൈലറ്റ് ടെസ്റ്റ് നടത്തുകയാണ്. കുറച്ച് റെസ്പോണ്ടൻസിന് നമുക്കറിയുന്ന കുറച്ച് പേർക്ക് എന്ത് ചെയ്യാണ്, വെറുതെ ഒന്ന് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അതിൽ വേർഡ്സൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ, അത് ഓർഡറൊക്കെ നല്ല ബെസ്റ്റ് ഓർഡറിലാണോ പ്ലേസ് ചെയ്തത്, എല്ലാ ക്ലാസ് ഓഫ് റെസ്പോണ്ടൻസിനും ഇത് അണ്ടർസ്റ്റുഡ് ആണോ, ഇങ്ങനെ നല്ല വേർഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു പൈലറ്റ് സ്റ്റഡിക്ക് വിധേയമാക്കുകയാണ്. അതിലും എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ ക്വസ്റ്റ്യനെയറിൽ എത്തുകയാണ്, പ്രീ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നാലേ നമുക്ക് വേണ്ട ആ ഡാറ്റ കളക്ട് ചെയ്യാൻ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയറിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നുള്ളൂ. ഇത്രയാണ് സ്റ്റെപ്സ് ഓഫ് പ്രിപ്പയറിങ് ദ ക്വസ്റ്റ്യനെയർ.